നിങ്ങളുടെ നോട്ട് ബുക്കിൽ 6നെ പറ്റി നിങ്ങൾ 2 പോയിന്റ് എഴുതണം. 6 എന്ന സംഖ്യയെ പറ്റി നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയുള്ള 2 പോയിന്റ് നിങ്ങൾ എഴുതുക. ആ 2 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് അതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഉദാഹരണത്തിന് 6നെ പറ്റി പറയാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കൊരു കാര്യം പറയാം, 6 ഈസ് എ നാച്ചുറൽ നമ്പർ. ശരിയാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് 6നെ പറ്റിയുള്ള 2 കാര്യങ്ങൾ പറയാം, എഴുതാം. യു ക്യാൻ റൈറ്റ് ഇറ്റ്. സ്റ്റാർട്ട് നൗ. ആറിനെ പറ്റി 2 പോയിന്റ് എഴുതുക. 6 is an even number. 6 is an even number. Very good. 6 is an even number. 6 2ന്റെ ഗുണിതമാണ്. ഓ, 6 is multiple. ഒരു മിനിറ്റ് ഓരോന്നോരോന്ന് പറയട്ടെ. 6 2ന്റെ ഗുണിതമാണ്. 6 is a multiple of 3. Okay, good. Next. 6 is a perfect number. 6 is a Perfect number. 6 is a perfect number. അതൊരു പുതിയ അറിവാണ്. 6 is a perfect number. 6 is a 6 is a perfect number. 6 is a perfect number. Okay. 6 is a perfect number. Okay. ആദ്യം ഞാൻ അവിടെ നോട്ട് ചെയ്തു. അടുത്തത് ഇനി വരട്ടെ 6നെ പറ്റി. 1 plus 3 equal to 6. 1 plus 2 plus 3 equal to 6. 1 plus 2 plus 3 is equal to 6. 1 plus 2 plus 3 is equal to 6. 1 into 2 into 3 is also 6. അത് ശരിയല്ലേ? is a multiple of 3. 3 സംഖ്യകളുടെ തുടർച്ചയായ 3 സംഖ്യകളുടെ തുകയും അവയുടെ ഗുണനഫലവുമായിട്ട് നമുക്ക് 6നെ വിശേഷിപ്പിക്കാം. നല്ല പോയിന്റ് ആണ്. അടുത്തത് 3 plus it is a triangular number. It is a triangular number. 6 is a triangular number. അത് ഞാൻ അവിടെ എഴുതട്ടെ. ട്രയാങ്കുലർ നമ്പർ. ശരി, ആ 2 പോയിന്റിലാണ് ഇപ്പൊ നമ്മൾ പിടിച്ചത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 6 is a perfect number and 6 is a triangular number. And what is a perfect number? എഴുതി വെച്ചോളൂ. ഫസ്റ്റ് പെർഫെക്റ്റ് നമ്പർ. ഇതിന്റെ മലയാളം മീഡിയം കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ടോ? നമ്പറിന്റെ മലയാളം എഴുതിക്കോളൂ. അനക്കസംഖ്യ. അനക്കസംഖ്യ എന്ന് എഴുതുക. ശരി, എന്തുകൊണ്ടാണ് 6നെ ഒരു പെർഫെക്റ്റ് നമ്പർ ആണെന്ന് പറയാൻ കാരണം, സീ ദ ഫാക്ടേഴ്സ് ഓഫ് 6. 6ന്റെ ഘടകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് ആ സംഖ്യ ലഭിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ 1 into 6 6 ആണ്, 2 into 3 6 ആണ്. സോ 6 has 4 factors. 6ന് 4 ഘടകങ്ങളുണ്ട്. 6ന്റെ മറ്റ് 3 ഘടകങ്ങൾ കൂട്ടിയാൽ 6 തന്നെ ലഭിക്കുന്നു. അപ്പൊ ഇവിടെ ഘടകങ്ങൾ കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു. അപ്പൊ ആ സംഖ്യയുടെ ഘടകം തന്നെയാണെങ്കിലും മറ്റ് ഘടകങ്ങൾ കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുന്നുണ്ടെങ്കിൽ 6നെ നമുക്ക് അനകസംഖ്യ എന്ന് പറയാം. അനകസംഖ്യയിൽ പെർഫെക്റ്റ് നമ്പറിൽ ദ ലീസ്റ്റ് പെർഫെക്റ്റ് നമ്പർ ഈസ് 6. 6 ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ. വേറെ ഏതെങ്കിലും സംഖ്യ നിങ്ങൾ എടുത്തപ്പോൾ 10. 10ന്റെ ഘടകങ്ങൾ 1, 2, 5, 10 ഇവയാണ്. പക്ഷേ 1ഉം 2ഉം 5ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന 8 ആണ്. അത് 10ന് തുല്യമാവുന്നില്ല. അപ്പോൾ 10 ഒരു പെർഫെക്റ്റ് നമ്പർ അല്ല. ശരി, ആട്ടെ, അടുത്ത പെർഫെക്റ്റ് നമ്പർ ഏതാണ്? നമ്പർ ഏതായിരിക്കും? 28. 28 ആണ്. 6 കഴിഞ്ഞാൽ അടുത്ത പെർഫെക്റ്റ് നമ്പർ 28 ആണ്.
28ന്റെ ഘടകങ്ങൾ നോക്കൂ നിങ്ങൾ. 1 into 28, 2 into 14 and 4 into 7. ഇതെല്ലാം 28ന്റെ ഘടകങ്ങളാണ്. ഇവിടെ നിങ്ങൾ 1 + 2 + 4 + 7 + 14 ചെയ്താൽ കൂട്ടിയാൽ നിങ്ങൾക്ക് 28 ലഭിക്കുന്നു. പെർഫെക്റ്റ് നമ്പറിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോളൂ. അതിന്റെ അവസാനത്തെ അക്കം 6ഓ 8ഓ ആയിരിക്കും. അവസാനത്തെ അക്കം 6ഓ 8ഓ ആയിരിക്കും. പക്ഷെ 6ലും 8ലും അവസാനിക്കുന്ന എല്ലാ സംഖ്യകളും പെർഫെക്റ്റ് നമ്പർ അല്ല. ആട്ടെ, മൂന്നാമത്തെ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? What is the third perfect? 496. 496. 496. Very good. ആണ് മൂന്നാമത്തെ പെർഫെക്റ്റ് നമ്പർ. ആട്ടെ, നാലാമത്തെ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? എയ്റ്റ് 128. ശ്രദ്ധിക്കുക, ആരോൺ, ഇവിടെ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ 6 ആണ്. രണ്ടാമത്തെ പെർഫെക്റ്റ് നമ്പർ 28 ആണ്. മൂന്നാമത്തെ പെർഫെക്റ്റ് നമ്പർ 496 ആണ്. നാലാമത്തെ പെർഫെക്റ്റ് നമ്പർ 8128 ആണ്. ഈ 4 പെർഫെക്റ്റ് നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. 4 പെർഫെക്റ്റ് നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. പെർഫെക്റ്റ് നമ്പർ 4 ഈ കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. പക്ഷെ എല്ലാ സംഗതിക്കും അത് ശരിയാവില്ല. അപ്പൊ 1 + 2 ഈസ് ഈക്വൽ ടു 3 എന്ന് നിങ്ങൾക്കറിയാം. ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഈ 3ഉം അവസാനം കൂട്ടിയ 2ഉം തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പെർഫെക്റ്റ് നമ്പർ ആണ്. മാത്രമല്ല, ഈ കൂട്ടിയ സംഖ്യ ഒരു പ്രൈം നമ്പർ ആവുകയും വേണം. നോക്കൂ, അടുത്ത വെക്കോളൂ. 1 + 2 + ഇനി 2ന്റെ ഇരട്ടി എത്രയാണ്? വാട്ട് ഇസ് ദ ഡബിൾ ഓഫ് 2? 4. പറയൂ. 4. ഓക്കെ, ഈ സംഭവം ഒന്ന് നോക്കാം നമുക്ക്. 1 + 2 + 4 ഈസ് ഈക്വൽ ടു ഉണ്ടല്ലേ 7. കുട്ടികള് ഒന്ന് പറയണേ, എല്ലാവരും കൂടിയും പറയുന്നുണ്ട്. കോഹോസ്റ്റായ കുട്ടികൾ പെട്ടെന്ന് കൂട്ടി പറയണം. 7 ആണ്. ഇവിടെ കൂട്ടിയിരിക്കുന്ന 7 പ്രൈം നമ്പർ ആണോ അല്ലയോ? അതെ. ഈ 7നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. 7 × 4, വാട്ട് ഇസ് ദ റിസൾട്ട്? 28. 28 പെർഫെക്റ്റ് കിട്ടി. പക്ഷെ അടുത്ത ചെറിയ പ്രശ്നം നോക്കോ. 1 + 2 + ഇരട്ടി കൂട്ടി പോവുക. 4 + അടുത്തത് 8. അങ്ങനെ കൂട്ടി നോക്കൂ, നിങ്ങൾ കിട്ടും. ആരാണ് വേഗം പറയൂ. പെട്ടെന്ന് പറയുന്ന കോഹോസ്റ്റായ കുട്ടികളൊന്ന് പെട്ടെന്ന് പറയണേ. 15. ഒന്ന് സ്പീഡ് പറയണം. ഞാൻ മറ്റു കുട്ടികളെ ഓൺ ചെയ്യാൻ പോവാണ്. പറയൂ. 15. റിസൾട്ട് 15 അപ്പോൾ 15 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. 15 ഒരു പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കണ്ട. അടുത്തതിലേക്ക് നോക്കൂ. 1 + 2 + 4 + 8 + 16. വാട്ട് ഇസ് ദ റിസൾട്ട്? എനിക്ക് CNN 2-3 കോഹോസ്റ്റിനെ വിളിക്കട്ടെ. കാരണം ഇപ്പൊ കോഹോസ്റ്റായ കുട്ടികളൊന്നും മിണ്ടുന്നില്ല. അവർക്ക് ഇത് കൂട്ടാൻ പെട്ടെന്ന് കഴിയും. ഞാൻ വേറെ കുട്ടികൾ നോക്കട്ടെ. യെസ്, 1-2 കുട്ടികൾ മുന്നോട്ട് വരണം. പെട്ടെന്ന് മറുപടി പറയുന്ന 2-3 കുട്ടികൾ, എന്നാലും നമ്മളെ ക്ലാസ് കൂടുതൽ നീങ്ങും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, മൈക്കിലൂടെ വിളിച്ച് പെട്ടെന്ന് പറയാൻ പറ്റുന്ന 2-3 കുട്ടികൾ മുന്നോട്ട് വരട്ടെ. ആരോടൊന്നും മിണ്ടുന്നില്ല. യെസ്,
ധ്രുവദർശൻ മിണ്ടുന്നില്ല. 31. സമയത്ത് നമുക്ക് നോക്കാം. 31 അല്ലേ? ആണോ ധ്രുവദർശൻ? അതെ സാർ. അപ്പൊ ഇനി വന്നിട്ടുള്ളൂ. കറണ്ട് വരണോ? ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? ഈ പറഞ്ഞത് പ്രകാരം 31നെ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? ഒന്ന് പറയൂ പെട്ടെന്ന്. 16. 31 ഞാൻ എത്ര 16. 31 into 16 എത്രയാണ്? 31 into 16 എത്രയാണ്? പെട്ടെന്ന് പറയൂ. 496. ഞാനിപ്പോ ചെയ്തു വെച്ച ഇത്ര മാത്രം. നിങ്ങൾക്ക് ആദ്യത്തെ 4 പ്രൈം നമ്പർ പെർഫെക്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ആദ്യത്തെ 4 പെർഫെക്റ്റ് നമ്പർ ഓർത്ത് വെക്കുക. 6, 28, 496, 8128. ഈ സംഭവം ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം തരാം. ആ ചോദ്യം പിടിച്ചോളൂ. What is the sum of factors of 496 except 496? ആ ചോദ്യം ഒന്ന് വായിച്ച ആരാണ്? What is the sum of the factors of 496 except 496? Except 496. 496. ഇതിന്റെ മലയാളം ഇതാണ്. 496 ഒഴികെ 496ന്റെ ഘടകങ്ങളുടെ തുക എത്ര? പറയൂ എല്ലാവരും ഒന്നിച്ച്. 496. ശരി. അപ്പം ഇപ്പൊ പഠിച്ച ഒരു നമ്പർ ആണ് പെർഫെക്റ്റ് നമ്പർ. അതിനെപ്പറ്റി കൂടുതൽ അടുത്ത ക്ലാസ് പറയാം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ നിങ്ങളെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ഫ്രാക്ഷനിലായിട്ട് ബന്ധപ്പെട്ട് പെർഫെക്റ്റ് നമ്പർ എന്നൊരു ചോദ്യം വരാം. അതേതാണെന്ന് ചോദിച്ചോളൂ. നിങ്ങളെ രണ്ടാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം 28ന്റെ എല്ലാ ഘടകങ്ങളുടെയും എല്ലാ ഫാക്ടേഴ്സിന്റെയും all the factors of 28 reciprocal. എന്താ ഈ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ? പഠിച്ചിട്ടുണ്ട്. 28ന്റെ എല്ലാ ഘടകങ്ങളുടെയും റെസിപ്രോക്കലിന്റെ സം എത്ര? What is the sum of all the reciprocals of the factors of 28? 28ന്റെ എല്ലാ ഘടകങ്ങളുടെയും ഉൽക്രമങ്ങളുടെ തുക എത്ര? അത് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാർഗം പറയാം. 6, 28, 496, 8128 ഇവയെ എടുത്തുകൊണ്ടാണ് റെസിപ്രോക്കലിന്റെ സമ്മ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, 2 ആയിരിക്കും. അത് ഓർത്ത് വെച്ചോളൂ. അതായത് പെർഫെക്റ്റ് നമ്പറിന്റെ റെസിപ്രോക്കലിന്റെ സം എപ്പോഴും 2 ആയിരിക്കും. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. പെർഫെക്റ്റ് നമ്പറായ 6ന്റെയും 28ന്റെയും 496ന്റെയും റെസിപ്രോക്കലിന്റെ സം എപ്പോഴും 2 ആയിരിക്കും. അതാണ് ഓർത്ത് വെച്ചോളൂ. ശരി, അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമുക്ക് 2-3 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ആദ്യത്തെ 25 പ്രൈം നമ്പർ കാണാതെ പഠിക്കണം. ഓക്കെ സാർ.
അപ്പം അങ്ങനെ 25 പ്രൈം നമ്പർ 2 മുതൽ 97 വരെയുള്ള 25 പ്രൈം നമ്പേഴ്സ് അടുത്ത ക്ലാസ്സിലേക്ക് കാണാതെ ഞാൻ പഠിക്കും എന്ന് പറയുന്ന കുട്ടികൾ എല്ലാവരും യേസ് എന്ന് ഉറക്കെ പറയൂ. മതി, അപ്പൊ പഠിച്ചോളൂ. അപ്പൊ നിങ്ങൾ 25 പ്രൈം നമ്പർ പഠിച്ചാൽ പ്രൈം നമ്പറായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഒരു നമ്പർ കൂടി പഠിക്കണം, ആവശ്യമുള്ള നമ്പറാണ് ട്രയാങ്കുലർ നമ്പർ, ത്രികോണ സംഖ്യ എന്ന് പറയും മലയാളത്തിൽ. ട്രയാങ്കുലർ നമ്പർ ഒന്നുമില്ല, അത് തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ്. സ്റ്റാർട്ടിങ് ഫ്രം 1. 1 is equal to 1. 1 plus 2 is equal to 3. 1 plus 2 plus 3 is equal to 6. 1 plus 2 plus 3 plus 4 is equal to 10. അപ്പോൾ ഈ 1, 3, 6, 10 ഈ നമ്പേഴ്സ് ഒക്കെ ട്രയാങ്കുലർ നമ്പറാണ്. ട്രയാങ്കിളിന്റെ ഷേപ്പിൽ അതിനെ എഴുതാൻ പറ്റും. 1 ഇവിടെ എഴുതുക, ഒരു 0 കൊടുത്തു. പിന്നെ 3 എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ട് ആ ഗ്യാപ്പിൽ ഒരു 3 കൊടുത്തു. അടുത്ത 6 എഴുതുന്നോടെ 1, 2, 3 ഗ്യാപ്പിൽ ഓരോന്ന് കൊടുത്തു, ഈ ഗ്യാപ്പിൽ ഓരോന്ന് കൊടുത്തു, അപ്പൊ 6. 10 നിങ്ങൾക്ക് അങ്ങനെ എഴുതി പോകാം. ട്രയാങ്കുലർ നമ്പറായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ കൂട്ടത്തില് ആദ്യത്തെ 10 ട്രയാങ്കുലർ നമ്പറാണ് എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യം വരും. 1, 3 ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. അറിയാം സാറേ. പറയാം. 1, ശരി. ഈ ആദ്യത്തെ ഇതറിയില്ലാത്ത കുട്ടികൾ ആദ്യത്തെ 10 ട്രയാങ്കുലർ നമ്പറാണ് എഴുതി വെച്ചോളൂ. ഒരു കാര്യവും പഠിച്ചു വെക്കണം, ആദ്യത്തെ 10 സ്ക്വയർ നമ്പേഴ്സും പഠിച്ചു വെച്ചോളൂ. 10 പോരെ, നിങ്ങൾ ഈ 30 വരെ പഠിക്കേണ്ടതാണ്. തൽക്കാലം 10 പഠിക്കും. 1 into 1, 4 2 into 2, 9 3 into 3. അടുത്തത് 16, മൈക്ക് മാത്രം വീഡിയോ കൂടി ഓൺ ചെയ്ത് പറയണേ, എന്നാലും കാണാൻ രസം ഉണ്ടാവും. വീഡിയോ കൂടി ഓൺ ചെയ്ത് പറയണേ. യെസ്, സ്റ്റാർട്ട്. 49, 64, 81, 100. അപ്പോൾ രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഈ സ്ക്വയർ നമ്പേഴ്സും ട്രയാങ്കുലർ നമ്പറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാര്യമായ ബന്ധം ഇതാണ്: സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പർ ഇസ് എ സ്ക്വയർ നമ്പർ. സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പർ ഇസ് എ സ്ക്വയർ നമ്പർ. അതാണ് അവർ തമ്മിലുള്ള കണക്ഷൻ. അപ്പൊ ഇപ്പൊ പഠിച്ച പേരുകൾ ഓർക്കുക: പെർഫെക്റ്റ് നമ്പർ 6, 28, 4, 9, 6, 8, 1, 2, 8. Triangular number 1, 3, 6, 10, 15, 21, like that. Square numbers 1, 4, 9 up to 100. ഈ കാര്യത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അടുത്തത് ഞാനൊരു പാറ്റേൺ തരികയാണ്. ആ പാറ്റേണിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാവുക. പാറ്റേൺ എഴുതി വെച്ചോ. 1, 2, 3, 4. ഇതിങ്ങനെ തന്നെ എഴുതണം. ഞാൻ ഈ എഴുതിയ മാതിരി തന്നെ എഴുതണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11,
12, 13, 14, 15, 16. ധ്രുവദർശ്, കേൾക്കാമോ ഞാൻ പറയുന്നത്? അതെ സാർ. യെസ്. ഈ അടുത്ത വരി സ്വന്തമായിട്ട് എഴുതാൻ പറ്റും? നിങ്ങൾക്ക് അടുത്ത വരി എഴുതാൻ പറ്റുമോ? എഴുതി നോക്കിയേ എല്ലാവരും. അടുത്ത വരി സ്വന്തമായിട്ട് എഴുതിക്കേ എല്ലാവരും. Finish. ആ, Finish. ഇവിടെ ചോദ്യം ഇതാണ്. ഈ പാറ്റേൺ നിങ്ങളോട് 3 ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 3 ചോദ്യത്തിനും ആൻസർ കിട്ടിയ കുട്ടികളെ എനിക്ക് കാണണം. If this pattern continues, ഈ പാറ്റേൺ അങ്ങോട്ട് തുടർന്നാൽ, ക്വസ്റ്റ്യൻ നമ്പർ 1, 10ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇപ്പൊ പറയണ്ട, നോട്ട് ബുക്കിൽ എഴുതി വെച്ചാൽ മതി. What is the last number in the 10th line? ഈ പാറ്റേൺ തുടർന്നാൽ രണ്ടാമത്തെ ചോദ്യം, what is the first number? നമ്പറിനൊക്കെ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്. what is the first number in the 10th line? 10th ലൈനിലെ ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? മൂന്നാമത്തെ ചോദ്യമാണ് വളരെ രസകരം. 3 ചോദ്യത്തിന് ആൻസർ കിട്ടുന്ന കുട്ടികളെയാണ് എനിക്ക് വേണ്ടത്. മൂന്നാമത്തെ ചോദ്യം ഇതാ, പിടിച്ചോളൂ. ഹൗ മെനി നമ്പേഴ്സ് ഇൻ 10th ലൈൻ? 10ാമത്തെ വരിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? എത്ര സംഖ്യകൾ ഉണ്ടാവും? ധ്രുവദർശ്, എന്റെ ചോദ്യം ഒന്ന് ആവർത്തിച്ചു കൊടുക്കും. സാറേ സ്ക്രീൻ കാണുന്നില്ല. അതെന്തൊരു സങ്കട. സ്ക്രീൻ കാണുന്നില്ലേ മക്കളെ? നിങ്ങൾ മറ്റു മക്കൾ സ്ക്രീൻ കാണുന്നുണ്ടോ? ആരാണ്? നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ട്. ആരോൺ ഫോൺ സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, sir. എങ്കിൽ ആ ചോദ്യം ഒന്ന് വായിക്കൂ. ധ്രുവദർശിനോട് ഫോൺ ചരിച്ചു പിടിക്കാൻ പറയൂ. ഫോൺ കുത്തനെ പിടിക്കുന്നതുകൊണ്ടാണ് ധ്രുവദർശി കാണാത്തത് എന്ന് ആരോൺ ആ വിവരം അങ്ങോട്ട് അറിയിച്ചേക്ക്. ശരി, വായിക്കൂ ചോദ്യം. 10 last number, first number 10th line. 10 എത്ര സംഖ്യ? 10ൽ how many lines in 10ൽ എത്ര സംഖ്യകളുണ്ട്? ഈ കേർപ്പ് CNN-ലെ തൃശ്ശൂർ ജില്ലയിലെ 2-3 കുട്ടികൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വിളിക്കണം. അവരുടെ പേര് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കും. ഞങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ 2-3 കോഹോസ്റ്റിനെ വേണം. ഇനി കുട്ടികളുടെ എണ്ണം കൂടാൻ പോവുകയാണ്. 500-ലധികം കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇനി വരും. അപ്പൊ 4-5 കുട്ടികൾ സ്ഥിരമായിട്ട് നല്ല മൈക്കെല്ലാം നല്ല ക്ലിയറില്ലേ, ഫോണ് ക്ലിയറില്ലേ, സൗണ്ട് ക്ലിയറില്ല, നെറ്റ് ക്ലിയറില്ല കുട്ടികൾ 3-4 കുട്ടികൾ സ്ഥിരമായിട്ട് വന്നാൽ ഞാൻ അവരുടെ പേര് വിളിച്ചാൽ മതി. അവർ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം മറുപടി പറയാൻ തയ്യാറുള്ള സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾ 4-5 കുട്ടികൾ മുന്നോട്ട് വരണം. അവർ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്നെ നേരിട്ട് വിളിക്കണം. നമ്പർ അവർക്കറിയാം. ഈ ഗ്രൂപ്പിലുള്ള കുട്ടികളോടുള്ള അഭ്യർത്ഥനയാണ്. കാരണം ആരോണിനെയും ധ്രുവദർശിനെയും ഒക്കെ സഹായിക്കാൻ 3-4 കുട്ടികളും കൂടി വന്നാൽ നന്നായിരുന്നു. എല്ലാവരും ഫോൺ ചെയ്യുമ്പോൾ എല്ലാവരും പറയുമ്പോൾ പ്രയാസമായിരിക്കും. ഈ ഒരു പാറ്റേൺ തുടർന്നാൽ 10ാം വരിയിലെ അവസാനത്തെ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. 10ാം വരിയിലെ ആദ്യത്തെ നമ്പർ എന്നാണ് ചോദിച്ചത്. 10ാമത്തെ വരിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയ CNN സ്കൂളിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുന്നോട്ട് വരാം. 100. പേര് പറയൂ. ആദ്യം പേര് പറയൂ, എന്നിട്ട് വീഡിയോ ഓൺ ചെയ്യും. എന്നിട്ട് ഓരോന്നിന്റെ ആൻസർ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അതല്ലേ നമ്മൾ പറയണ്ടത്? യെസ്, പറയൂ. ഒരാൾ പേര് പറയും.
നൂറ് നൂറ് ഓണാണ്. ആയിഷെ മൈക്ക് ഓണാണ്. വീഡിയോ ഓൺ ചെയ്ത് പറയൂ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ്? 100. 100 ആണ്. അതെങ്ങനെയാ കിട്ടിയത്? 1ന്റെയും 4ന്റെയും വ്യത്യാസം 3 അതൊരു ഓഡ് നമ്പർ. അപ്പൊ 4ന്റെയും 9ന്റെയും വ്യത്യാസം അടുത്ത ഓഡ് നമ്പർ 5. 9ന്റെയും 16ന്റെയും 7. ഓരോ ഓഡ് നമ്പർ വെച്ചിട്ട് ആയുഷ് എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്? 10നെ 10 കൊണ്ട് ഗുണിച്ചാ പോരെ? രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ? മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ കിട്ടാൻ 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 9 അല്ലേ? പിന്നെ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു? കാര്യം പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. രണ്ടാമത്തെ ഫസ്റ്റ് നമ്പർ ഇൻ ദ 10th ലൈൻ, അതിന്റെ ആൻസർ കിട്ടിയ ഒരു കുട്ടി മുന്നോട്ട് വരൂ. അമിത് പ്രകാശ്. വീഡിയോ ഓൺ ചെയ്ത് പറയണം. വീഡിയോ ഓൺ ചെയ്ത് പറയണം, എന്നാലേ ഇവിടുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പറയൂ, വീഡിയോ ഓൺ ചെയ്ത് പറയൂ. അഭിജിത്ത്. സൂര്യ യുവൻ മൻഹർ സൂര്യ യുവൻ മൻഹർ സൂര്യ യുവൻ. ഓൺ ചെയ്യാൻ പറ്റും. പറയൂ. CNN ഫസ്റ്റ് നമ്പർ ഏതാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഫസ്റ്റ് നമ്പർ ഏതാണ്? മിണ്ടുന്നില്ല. 90 അല്ല. 10ാമത് വരിയിലെ ആദ്യത്തെ നമ്പർ ഏതാണ്? 21. വരിയിലെ ആദ്യത്തെ നമ്പർ ഏതാണ്? ആരും ഉത്തരം പറയില്ല. 21. ആദ്യത്തെ നമ്പർ എന്തായി പറയുന്നത്? ഈ പാറ്റേൺ തുടർന്നാൽ 10ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ 5. 5. 83. 82. Yes. 82 പറഞ്ഞ കുട്ടി മുന്നോട്ട് വാ. 82. പറഞ്ഞ കുട്ടി പേര് പറ. മൻഹർ സൂര്യ. 82 മൻഹർ സൂര്യ. കിട്ടി പറയൂ. ഫസ്റ്റത്തെ നമ്പർ 1 ആണ്. ഫസ്റ്റത്തെ ലൈനിൽ ഒരു നമ്പറേ ഉള്ളൂ. പിന്നെ ഓരോ നമ്പേഴ്സ് കൂടുമ്പോൾ അതായത് അടുത്തടുത്ത ഓഡ് നമ്പർ ആയിരിക്കും നമ്പേഴ്സിന്റെ എണ്ണം. അപ്പൊ ലാസ്റ്റത്തെ വരി 17 വരി. അപ്പൊ 100ന്ന് 17 കുറച്ചപ്പോ 83 കിട്ടി. അപ്പൊ വേണ്ട, എളുപ്പമാർഗത്തിലേക്ക് പോകാം. 10ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 9ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറായ 9 × 9 ആയ 81ന്റെ കൂടെ 1 കൂട്ടിയാൽ പോരെ? ഇവിടെ നോക്കൂ. 1, 2, 3, 4. 4ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പറായ 10 കിട്ടാൻ 3ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറായ 9ന്റെ കൂടെ 1 കൂട്ടിയാൽ പോരെ? മറ്റു കുട്ടികൾക്ക് യെസ് എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബഹുരസം. ശ്രദ്ധിക്കൂ, അടുത്ത ചോദ്യമാണ് ബഹുരസം. എന്താ രസം? 10ാമത്തെ വരിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. നിങ്ങൾ പറയൂ, 10ാമത്തെ വരിയിൽ എത്ര സംഖ്യകളുണ്ട്? 17. വരിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 10ാമത്തെ ഒറ്റ സംഖ്യയായിരിക്കും. 19. അല്ലെങ്കിൽ 10 9 കൂട്ടിയാൽ മതി 19. ശരി, ശ്രദ്ധിക്കുക. എല്ലാ സംഗതികൾക്കും എളുപ്പമാർഗമുണ്ട്. ആ കുട്ടി വെറുതെ മൈക്ക് ഓൺ ചെയ്ത് പിടിക്കുന്നുണ്ട്.
മൈക്ക് ഓൺ ചെയ്ത് പിടിക്കുന്ന കുട്ടികളെ ഞാൻ റിമൂവ് ചെയ്യും, ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാത്രം മൈക്ക് ഓൺ ചെയ്താൽ മതി. ഇത്തരം പാറ്റേൺ വന്നാൽ നിങ്ങൾ നോക്കേണ്ടത് ഈ അവസാനം കാണുന്ന സംഖ്യകളൊക്കെ സ്ക്വയർ നമ്പർ ആണോ എന്ന് നോക്കണം. അവസാനം ട്രയാങ്കുലർ നമ്പർ ഒക്കെ വരാറുണ്ട്, സ്ക്വയർ നമ്പർ ആണെന്ന് നോക്കുക. നിങ്ങളോട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് മറുപടി 10ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 10ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 9ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറായ 81ന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടും 10ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ 82. 10ാമത്തെ വരിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് 10ാമത്തെ ഓഡ് നമ്പർ നോക്കിയാൽ മതി. 10th ഓഡ് നമ്പർ ഈസ് 10ന്റെ ഡബിള് 20 21 കുറയ്ക്കുക. നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന 25ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? വാട്ട് ഈസ് 25th ഓഡ് നമ്പർ എന്ന് ചോദിച്ചാൽ 25നെ ഡബിൾ ചെയ്യുക. 25നെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 50 കിട്ടും, അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. 50ാമത്തെ ഓഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 50ന്റെ ഇരട്ടിയിൽ നിന്ന് 1 കുറയ്ക്കുക. ഇനി ഈ ചോദ്യത്തിന് പകരം ഞാൻ വേറെ ചോദ്യം തരാൻ പോവുകയാണ്. എല്ലാവരും തെറ്റിക്കാതെ ഉത്തരം എഴുതണം. ചോദ്യത്തിന്റെ സ്റ്റൈൽ മാറ്റുന്നു. ഇതാ പിടിച്ചോളൂ ചോദ്യം. 15ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏത്? 15ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ ഏത്? 15ാമത്തെ വരിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഈ 3 ചോദ്യത്തിനും ആൻസർ കിട്ടിയവർ കാണട്ടെ. ടൈപ്പ് ചെയ്തോളൂ. 225. ശരി, ആരോൺ ആൻസർ കിട്ടിയോ? ഇല്ല സാർ, ചെയ്തോണ്ടിരിക്കാം. ധ്രുവദർശ് ആൻസർ കിട്ടിയോ? ചെയ്തെടുക്ക സാറേ. കുട്ടിക്ക് ആൻസർ കിട്ടിയ പേര് പറയാം. പക്ഷെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ 225. ആ, എന്താ പേര് പറഞ്ഞത്? എന്താണ് പേര്? പേര് പറയൂ. ആയുഷ്. ആയുഷ്. ആയുഷ് ആദ്യത്തത് 225 ശരിയാണ്. 15 × 15 ആണ്, അത് ശരിയാണ്. 225 ആണ്. ആയുഷ് 15ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ ഏതാണ്? ചെയ്തോണ്ടിരിക്ക. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. എന്ത് ചെയ്താലാണ് അത് കിട്ടുക? 15ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിച്ച 14 പ്ലസ് 1. എത്രയാണ്? 15 × 14 പ്ലസ് 1. 196. 197. 14 ചെയ്തിട്ട് 196ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. കറക്റ്റ് ആണ്. 15ാമത്തെ വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ട് മക്കളെ? 15ാമത്തെ ഒറ്റ സംഖ്യ 29. 25. ചോദ്യം പിടിച്ചോളൂ. അടുത്ത ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അടുത്ത ചോദ്യം വരുന്നു. ഇതെല്ലാരും ശരിയാക്കി ചെയ്യണേ. എല്ലാരും ശരിയാക്കി ചെയ്യണം. ആരും തെറ്റിക്കരുതേ മക്കളെ. 25ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതാണ്? 25ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ ഏതാണ്? 25ാമത്തെ വരിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇതെല്ലാത്തിനും ഉത്തരം കണ്ടുപിടിച്ചോളൂ. മയക്കട്ടെ. ആ, ഒരു കുട്ടി ടൈപ്പ് ചെയ്തേ. ഇത് 3ന്റെ ഉത്തരം കറക്റ്റ് ആണെന്നൊരു കുട്ടി പേര് ടൈപ്പ് ചെയ്തേ. ഞാൻ ആ കുട്ടീനെ കോഹോസ്റ്റ് ആക്കാം. മാഷ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 65. ആ, ആരാ പറഞ്ഞത്?
അഖിൽ കൃഷ്ണ. അഖിൽ കൃഷ്ണ ആൻസർ ശരിയാണ്. അഖിൽ കൃഷ്ണ 625. അഖിൽ കൃഷ്ണ 625 ആണ്. ശരിയാണ്. അടുത്തത് അത് കറക്റ്റ് ആണ്. അടുത്തത് 25ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ. 577. 77 കറക്റ്റ് ആണ്. 25ാമത്തെ വരിയിലെ 49. ഇപ്പോൾ ഒരു കാര്യം 49 കറക്റ്റ്. 49. ഇനി നമുക്ക് പാരലൽ ലൈൻ എന്ന ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം. സമാന്തര വരകൾ. സമാന്തര വരകളിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. നിങ്ങളുടെ 3ാമത്തെ യൂണിറ്റും 7ാമത്തെ യൂണിറ്റും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഈ ലൈൻ ആംഗിൾ ഒക്കെ ബന്ധപ്പെട്ടിട്ട് 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് സമാന്തര വരകൾ എന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ ആദ്യത്തെ യൂണിറ്റ് ആണ്. ഞാനിവിടെ സമയക്കുറവുകൊണ്ട് പേരൊന്നും കൊടുക്കാതെ ഒരു ചിത്രം വരയ്ക്കുകയാണ്. നിങ്ങളും എൻ്റെ കൂടെ വരയ്ക്കണം. ഒരു ട്രയാങ്കിൾ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ട്രയാങ്കിളിന്റെ അടിഭാഗം ഞാൻ ഇങ്ങോട്ട് നീട്ടുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ വരയ്ക്കാം. ഒന്ന് വൃത്തിയിൽ വരയ്ക്കാൻ ശ്രമിക്കട്ടെ. ഓക്കെ, ഇത് കുറച്ച് ഞാൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇപ്പൊ കുറച്ച് വൃത്തിയിൽ വരച്ചിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ വരയ്ക്കുവിൻ. വരച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ സ്കെയിലും പെൻസിലും കരുതണമെന്ന്. കണക്കിന്റെ ക്ലാസ്സിൽ സ്കെയിലും പെൻസിലും കരുതൽ നിർബന്ധമാണ്. ഈ ആംഗിളിന് നമുക്ക് 65 ഡിഗ്രി എന്ന് കൊടുക്കാം. ഈ ആംഗിളിന് നമുക്ക് 55 ഡിഗ്രി എന്നും കൊടുക്കാം. നിങ്ങളുള്ള ചോദ്യം ഇതാണ്, ഈ ആംഗിൾ എത്ര? ഡിഗ്രി. ഒരു ആംഗിളിന്റെ വിരിവ് കണ്ടെത്തണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആരാ 60 ഡിഗ്രി പറഞ്ഞ കുട്ടിയാനാണ്? പറയും. നിങ്ങൾ ഈ ആംഗിളിന്റെ വിരിവ് കണ്ടാൽ ഇത് 60 ഡിഗ്രി എന്ന് കണ്ടാൽ തോന്നും. 90 ഡിഗ്രി ഏകദേശം ഇത് ഊഹിച്ച് പറയാൻ പറ്റും. 90യേക്കാൾ കുറവ് ഇങ്ങനെ പറയാൻ പറ്റും. 90യേക്കാൾ കൂടുതലുള്ള ഇങ്ങനെ പറയാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ഇത് 60 ഡിഗ്രി എന്നാ കുട്ടി പറഞ്ഞത്? ആ കുട്ടിയെ ഞാൻ കോഹോസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഒരു കാര്യം പറയുമ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് പറയണ്ടേ. ശരി, ആൻസർ കിട്ടിയവർക്ക് കമന്റ് ചെയ്യാം. നമ്മൾ പോകുന്നു. അവിടെ എന്താ പേര്? ശ്രീവിദ്യ. ശ്രീവിദ്യ കേൾക്കാമോ? ശ്രീവിദ്യ മോളെ കേൾക്കാമോ? 120 ഉത്തരം. 120 ഉത്തരം. എത്ര? 120 ആണ് ഉത്തരം. 120. ഈ 120 ഉത്തരം കണ്ടുപിടിക്കുന്ന കുട്ടികള് സ്പീഡ് ചെയ്യണമെങ്കിൽ ഈ 65ഉം 55 അങ്ങോട്ട് അങ്ങ് ആഡ് ചെയ്യും. അപ്പം 120 കിട്ടും. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? 65 16നോട് ഒന്ന് കൂടി, 55 60യിൽ നിന്ന് 5 കുറഞ്ഞു. 65 60യോട് 60 + 5 ആണ്. ഉണ്ടോ? 55 ആണെങ്കിൽ 60 - 5 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടി 120 കിട്ടുമെങ്കിൽ ഇവിടെയുള്ള എന്തായാലും നിങ്ങൾക്കറിയാം 60 ആയിരിക്കും. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെയും അളവുകളുടെ തുക 180 ആണെന്ന്. ആ 180 ഇത് 60 ആണെന്ന് ഒരു കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താ കാരണം?
ഇവിടെ രണ്ടും 60 ആയിരുന്നു എങ്കിൽ 3 സ്ഥലത്തും 60 ഈച്ച് ആയിരുന്നു എങ്കിൽ അത് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. പക്ഷേ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ അല്ല എന്ന് മനസ്സിലായി, കാരണം 65 55 ആണ്. പക്ഷേ ഇവിടെ 5ന്റെ വ്യത്യാസത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ 60 ആണെന്ന് ആ കുട്ടിക്ക് മനക്കണക്കായിട്ട് പറയാൻ പറ്റും. ഇവിടെ 60 ആകുമ്പോൾ ഇത് ലീനിയർ പെയറാണ്, രേഖീയ ജോഡിയാണ്. ലീനിയർ പേഴ്സ് സപ്ലിമെന്ററി ആണ്. രേഖീയ ജോഡികൾ അനുകൂലങ്ങളാണ്. അപ്പോൾ രണ്ടു കൂടി കൂട്ടിയാൽ 150 കിട്ടണം. പക്ഷെ അതിന്റെ എളുപ്പമാർഗമാണ് ഇത് രണ്ടു കൂടി അങ്ങ് ഏഡ് ചെയ്താൽ മതി. 65 + 55 120. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യേസ് എന്ന് ഉറക്കെ വിളിച്ച് പറയാം. മതി. സമാന്തര വരകളിൽ നിന്ന് ഇതാ വരുന്നു അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ഗൈഡ് ലഭിക്കാത്ത കുട്ടികൾക്ക് ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാൻ പോസ്റ്റ് വഴിയാണ് പോസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് അത് ലഭിക്കുന്നത് വരെ ട്രാക്ക് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഏതെങ്കിലും കുട്ടികൾക്ക് ഗൈഡ് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വിളിക്കണം, മറന്നു പോകരുത്. CNN ചേർപ്പിലെ കുട്ടികൾ വിളിക്കേണ്ടതില്ല. അവർക്കുള്ള ഗൈഡ് അടുത്ത ആഴ്ച അവരുടെ സ്കൂളിലെത്തും. നിങ്ങളുടെ എത്ര പേർക്ക് വേണമെന്ന് നിങ്ങളുടെ ഇതിന് ചാർജുള്ള ടീച്ചറോടോ പ്രസാദ് സാറിനോടോ പറഞ്ഞാൽ മതി, അതവിടെ എത്തിച്ചു തരും. മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുകയാണ് മക്കളെ. നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്താണ് സാർ ആ സന്തോഷ വാർത്തയെന്ന്. ശരി, സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. ഈ ഓഗസ്റ്റ് മാസം ആയാൽ നമ്മുടെ ക്ലാസ്സുകൾ രാവിലെ 5:30 മണിക്കായിരിക്കും. സന്തോഷ വാർത്ത കഴിഞ്ഞു മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാർത്ത ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരുമോ മക്കളെ? ലൈക്ക് തരും. നല്ല മക്കള്, ശരി. ലൈക്ക് കൊണ്ടൊരു കളിയാണ്. ഇതാ അടുത്ത ചോദ്യം, പിടിച്ചോ. അടുത്ത ചോദ്യം. PQ ഒരു ലൈൻ, RS മറ്റൊരു ലൈൻ. ഓഹോ, ഇത് PQ, ഇത് RS. എന്താണ് ചോദ്യം? ഓ, അതാണ് ചോദ്യം. അത് ശരി. ഇവിടെ ഞാൻ O എന്ന് ഈ മിഡിൽ അടയാളപ്പെടുത്തി. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണേ മക്കളെ. സമാന്തര വരകൾ പഠിച്ച കുട്ടികൾക്കും വരകളായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അറിയാവുന്ന കുട്ടികൾക്കും ഇത് എളുപ്പമാണ്. ഈ SOQ എന്ന ഈ ആംഗിളും POS എന്ന ഈ ആംഗിളും ഇതിൽ ഏതാ മക്കളെ വലുത്? പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ചോദ്യം അതല്ല. ഈ SOQ എന്ന ഈ ചെറിയ ആംഗിളിന്റെ 9 ടൈംസ് 9 മടങ്ങാണ് POS എന്ന ഈ വലിയ ആംഗിൾ. എങ്കിൽ SOQ എത്രയാണ്? ചോദ്യം ഒന്ന് ഒരു മിനിറ്റ് വിളിച്ചു പറയില്ല. ധ്രുവദർശേ, ആ ചോദ്യം ഒന്ന് ആവർത്തിച്ചു കൊടുക്കൂ. ഈ ആംഗിളിന്റെ സാറേ പറഞ്ഞോ. ഈ ചെറിയ ആംഗിള് 9 മടങ്ങ് കൂട്ടിയാലാണ് ഈ വലിയ ആംഗിൾ കിട്ടുക. ഈ POS എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടുക. SOQ അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം SOQ പറഞ്ഞ ആംഗിൾ എത്രയാണ്? CNN ചേർപ്പിലെ ഏതെങ്കിലും കുട്ടി ഒന്ന് മുന്നോട്ട് വന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞേ. SOQ 20 degree.
20 degree. ഞാൻ ആൻസർ പറയാൻ പറഞ്ഞില്ലല്ലോ. ആൻസർ പറയാൻ ഞാൻ പറഞ്ഞില്ല. 20 ഡിഗ്രി ഒക്കെ തെറ്റാണ്. നിങ്ങളോട് നമ്മുടെ ക്വസ്റ്റ്യൻ പറയാനല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാ ആൻസർ വിളിച്ചു പറഞ്ഞത്? ക്വസ്റ്റ്യൻ പറയൂ. ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞേ. CNN. The SOS is 9 times of SOQ. What is the measure of POS? The line PQ intersect the line RS at O. The measure of POS is 9 times of the measure of SOQ. What is the measure of SOQ? ഇതെന്താ എളുപ്പം? അതായത് SOQവും പ്ലസ് POSും POQവും കൂടി കൂട്ടിയാൽ 180 കിട്ടുമല്ലോ. അതിൽ സംശയമില്ലല്ലോ. എന്താ ധ്രുവദർശനം ഉണ്ടാത്തത്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടില്ലേ മകനെ? അതെ സാർ. അതെന്തുകൊണ്ടാ അത് 180 കിട്ടുന്നത് മകനെ? പറയൂ. ലീനിയർ പാരലൽ സം ഈസ് 180 ഡിഗ്രി. അപ്പം ഇനി അടുത്ത പ്രശ്നം, SOQവും അതിന്റെ കൂടെ അതിന്റെ 9 ടൈംസ് എന്ന് പറഞ്ഞാൽ 9 into SOQ. അത് ചെയ്തിട്ടാണല്ലോ 180 കിട്ടുന്നത്. അതായത് SOQവിന്റെ കൂടെ ഒരു SOQവും 9 into SOQ കൂട്ടിയിട്ടാണ് നമുക്ക് 180 കിട്ടുന്നത്. അപ്പൊ ഈ 9 + 1 എത്രയാണ്? ആരും മിണ്ടുന്നില്ല. 9 + 1 എത്രയാണെന്ന് മിണ്ടുന്നില്ല. 10. into SOQ സമം 180 ആണെങ്കിൽ SOQയുടെ വില 180 - 10 by 10 ആയിരിക്കും. 180/10. 180/10 is 18. എന്ത് രസ! ഇത് 18 ഡിഗ്രി ആയിരിക്കും. ഇത് 18 ഡിഗ്രി ആവുമ്പോൾ ഇതിനെ 18നെ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ഇവിടെ ഉണ്ടാവുക. നിങ്ങൾ പറയൂ, 18നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? അതും പ്രശ്ന. 18നെ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 162. ഉറപ്പിച്ചോ? ഉറപ്പാണോ? യെസ്. യെസ്. Yes. അപ്പം ഈ ചോദ്യം ശ്രദ്ധിക്കും. ഇത് വളരെ ഈസി അല്ലേ? കാരണം 1 ഇവിടെയും 9 ഇവിടെയും. 9 1 10. ഒരു SOQ 9 SOQ. 9 1 10. അങ്ങനെ 10 എണ്ണം ചേർത്താണല്ലോ 150 കിട്ടുന്നത്. അപ്പൊ 1 18 അയക്കുന്ന കാര്യം ഉറപ്പല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് പതിവായിട്ട് വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ 5 മിനിറ്റ് കൂടി ഉണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം വീട്ടിലേക്ക് തരാം. ഹോംവർക്കാണ്. ഹോംവർക്ക് ചെയ്ത് പഠിക്കുക. ഈ ക്ലാസ്സുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഈ ക്ലാസ് വരും. ക്ലാസ് എടുത്തിട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉള്ള കുട്ടികൾക്ക് ഏത് സമയത്തും എനിക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 8686171729. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ശരി, വരുന്നു അടുത്ത ചോദ്യം. പിടിച്ചോളൂ. AB ഒരു ലൈൻ വരച്ചു. അതിന് പാരലായിട്ട് MN വരച്ചു. പിന്നെയോ അവിടുന്ന് ഇങ്ങനെ 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 അങ്ങ് കൊടുക്കുക. വേറെന്ത്? ഒരു M തിരിച്ചിട്ടല്ലോട്ട്. പ്രശ്നം കഴിഞ്ഞു. ഇത് 35 ഡിഗ്രിയാണ്. ഇതേ രീതിയിൽ ചോദ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ടീച്ചർ ചെയ്തിട്ടുണ്ടാവും. ഇത് 20 ഡിഗ്രിയാണ്. ആൻസർ ചെയ്യാൻ തയ്യാറായിക്കോളൂ. ഇവിടെയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? CNN
55. 55. 55 കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം 35 20 കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയണമെങ്കിൽ മിഡിലിൽ കൂടെ ഒരു ലൈൻ അങ്ങോട്ട് ഇട്ടെടുക്കുക. അതെ, അപ്പോൾ നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ആംഗിൾ കിട്ടും. മലയാളത്തിൽ മറുകോൺ എന്ന് പറയും. അപ്പൊ ഇവിടെ 35 ആകുമ്പോൾ ഇത് 35, ഇവിടെ 20 ആകുമ്പോൾ ഇവിടെ 20. അപ്പം 35ഉം 20ഉം കൂട്ടിയാൽ മതി. അത് ആദ്യം തന്നെ കൂട്ടിയാലും പോരെ. അതാണ് അതിന്റെ പ്രത്യേകത. വരുന്നു അടുത്ത ചോദ്യം, ശ്രദ്ധിച്ചു. പല കുട്ടികൾക്കും ചിലപ്പം കുട്ടികൾക്ക് ഇക്വലേറ്റർ ട്രയാങ്കിൾ അറിയായിരിക്കും. ഐസോസിലസ് ട്രയാങ്കിൾ എന്താണെന്നറിയാമോ? ഐസോസിലസ് ട്രയാങ്കിൾ എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല സാർ. ആ, 8ാം ക്ലാസ്സിലാണ് വിശദമായിട്ട് പഠിക്കാനുള്ളതെങ്കിലും ഐസോസിലസ് ട്രയാങ്കിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇപ്പൊ ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത 3 ആംഗിളും 60 ഈച്ച് ആയിരിക്കും. 3 sides ആർ ഈക്വൽ ആയിരിക്കും. അതേസമയത്ത് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത 2 ആംഗിൾ തുല്യമായിരിക്കും. അത് ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള 2 ആംഗിൾ തുല്യമായിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് വരുന്നത്. ഇത് വിശദമായിട്ട് 8ാം ക്ലാസ് പഠിക്കാനുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചൊരു ചോദ്യം തരാം. അത് നല്ല ചോദ്യമാണ്, ശ്രദ്ധിച്ചോ. എന്റെ കൂടെ തന്നെ വരച്ചോ. ഒരു സ്ക്വയർ വരയ്ക്കില്ലായിരുന്നു. സ്ക്വയർ വരച്ചു. ഒരു സ്ക്വയർ വരച്ചു. ആ സ്ക്വയറില് എല്ലാ സൈഡും തുല്യമാണെന്ന് നിങ്ങൾക്കറിയാം. ആ സ്ക്വയറിൽ ഞാൻ ചെയ്യുന്നത് ഒരു സൈഡിൽ അതേ അളവില് ഞാനൊരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ടാക്കി. അപ്പൊ ഇവ എല്ലാ അളവും തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഇതും 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 ഒക്കെ തുല്യമാണ്. അപ്പൊ ഈ തുല്യമായതുകൊണ്ട് 3 ആംഗിളും തുല്യമായതുകൊണ്ട് അത് ഇക്വലേറ്റർ ട്രയാങ്കിളുമാണ്. ഇവിടെ ഞാൻ ഒരളവും തരാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ആംഗിൾ 90 ആണെന്ന് പറയും, ഈ ആംഗിൾ 60 ആണെന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ട ഒരു ചോദ്യം ഇതാണ്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുത്തു. അങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഇവിടെ വന്നു, കണ്ടോ? ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ എത്രയായിരിക്കും ഇപ്പം പറയണ്ട, ആരും പറയണ്ട. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ആ ഹോംവർക്കിന്റെ ആൻസർ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യം ഞാൻ വരച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ അതേ അളവിൽ ഞാൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ വരച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുത്തു. ആ കണക്ഷൻ കൊടുത്ത സമയത്ത് ഇവിടെ എനിക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി. എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ